വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിന്ന്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാനിതിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡെക്കറേഷനും കൂടി കാണിച്ച് തരുന്നുണ്ട്. ഓവനിലാണ് ഞാൻ ഈ കേക്ക് കാണിച്ച് തരുന്നത്. കാരണം വിതൗട്ട് ഓവനായിട്ട് ഒരുപാട് കേക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നരിച്ചെടുക്കണം. ഞാനൊരു അരിപ്പയിലോട്ട് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണൊന്നും കുറച്ചെടുത്താൽ മതി കേട്ടോ ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒന്നെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള വേറൊരു ബൗൾ എടുക്കുക. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത്. 4 മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് 3 മുട്ടയും എടുക്കാവുന്നതാണ്. അപ്പോൾ 3 മുട്ട വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 4 മുട്ടയിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് വെനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബട്ടർ എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പം ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തോളൂ. എന്നിട്ട് ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി പരുവം ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. ക്രീമി പരുവം ആയതിനു ശേഷം ഇതിലോട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്താൽ കേക്ക് ഹാർഡായി പോകും. ഇപ്പം ഞാൻ കേക്ക് ചെയ്യുന്നത് 6 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ. 6 ഇഞ്ചിൻ്റെ നല്ല ഹൈറ്റുള്ള പാനാണിത്. ഈ ഒരു പാനിലോട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്ക് മോഡിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഞാൻ 60 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഞാനിങ്ങനെ 60-ലോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കേക്കിൻ്റെ ടിന്ന് നമ്മൾ ഇതിനുള്ളിലോട്ട് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ 40 മിനിറ്റ്സ് ആക്കി കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 60-ലോട്ട് വെച്ചിട്ട് 40 മിനിറ്റ്സ് പിന്നെ സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 40 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്കായി വന്നോളും. അപ്പോൾ 40 മിനിറ്റ്സ് ആകുമ്പോൾ ഓവനൊന്ന് ഓഫ് ആയതിന് ശേഷം ഞാനിതുപോലെ സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട് വേവാൻ ബാക്കിയുണ്ടോയെന്ന്. അപ്പോൾ ആ സ്ക്യൂറൊക്കെ നല്ല ക്ലീനാണ്. അപ്പോൾ ഞാൻ ഓവനിൽ നിന്ന് മാറ്റുകയാണ്. ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടുന്ന ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള ഷുഗർ സിറപ്പ് ഇതുപോലെയാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളവും പിന്നെ 1/4 കപ്പ് ചെറി എടുക്കണം. ഇതുപോലെ 1/4 കപ്പ് ചെറി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ഇടിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ ഇടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കുറച്ച് കുറുകിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിന് നമുക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം വേണ്ടി വരും കേട്ടോ. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കുക. നല്ല ക്രീം തന്നെ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഫിയോണ, അതുപോലെ തന്നെ വിവോ, അതുപോലെ തന്നെ എക്സൽ വിപ്പ്, റിച്ചിൻ്റെ എക്സൽ വിപ്പ്, സൺ വിപ്പ്, അതൊക്കെ നല്ല ക്രീമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ കേക്കും ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് 4 ലെയേഴ്സായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. എന്നിട്ട് ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലെവൽ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കേക്ക് ഐസിങ് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ഇത് ടോൾ കേക്കുമാണ്, കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. അപ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്യുക. വെറ്റ് ചെയ്തിട്ട് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവലാക്കി എടുക്കണം കേട്ടോ. ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ തന്നെ ആ ഷാർപ്പ് എഡ്ജസൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ പറ്റൂ. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേട്ടോ. 10 മിനിറ്റ് ഫ്രീസറിലാണ് വെക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്രീമിലോട്ട് നമ്മൾ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സിൽവർ ടച്ചിലുള്ള ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ കിട്ടും. ബ്ലാക്ക് കളർ 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഈ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ള ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്നും കേക്ക് എടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രീസറിൽ കേക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തവണ ഐസിങ് ചെയ്തിട്ടും ഫ്ലോപ്പ് ആവുന്നവർക്കൊക്കെ ശരിയായിട്ടുണ്ടെന്നാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പോയി കാണുക കേട്ടോ. ഇപ്പം ഞാനിത് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനൽ ഡെക്കറേഷൻസും കൂടി ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലോട്ട് യെല്ലോ കളർ ഇട്ടിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രിപ്പ് ചെയ്തത് കുറച്ചൊന്ന് ഒരു ഭംഗിയില്ലാണ്ടായിപ്പോയി. അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി 1:2 എന്ന റേഷ്യോയിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഗണേഷ് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡ്രിപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിലിക്കോൺ മോൾഡിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലുള്ള സിലിക്കോൺ മോൾഡൊക്കെ നമുക്ക് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലൊഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുള്ളത് അത് ജസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടല്ലോ, ഡസ്റ്റ് പൗഡർ, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ഞാനൊരു നോസിൽ വർക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിലോട്ട് ഞാൻ നോസിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. N1 നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറി വെച്ച് കൊടുക്കാം. ഒരു 3-4 ചെറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് 1-2 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം കേട്ടോ. ലാസ്റ്റ് ഒരു ഫൈനലായിട്ട് ഞാനൊരു ബോർഡറും കൂടി വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നോസിലൊന്നും ഇട്ടിട്ടില്ല. പൈപ്പിംഗ് ബാഗിൽ ജസ്റ്റ് ഹോളാക്കി എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈനിൽ തന്നെ നമുക്കൊരു ബോർഡർ കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ ഈ ഒരു ടോപ്പറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ റേറ്റ് എടുക്കണം കേട്ടോ. ആ ടോപ്പറിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ റേറ്റ് എടുക്കുക. പിന്നെ നമ്മുടെ വർക്ക് അവർ സെലക്ട് ചെയ്തിട്ടുള്ള വർക്കിനനുസരിച്ചിട്ടാണ് റേറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.